ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ തന്നെ ട്രിപ്പ് പോവാണ്. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. 5:30 റെഡി ആയിട്ടോ. ഞങ്ങൾ ടീമിൽ ഒരാളും കൂടി ഉണ്ട്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറേ നേരം ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കറ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ ഇതൊക്കെ അങ്കവാടി പാവലുണ്ടോ? സമയം കണക്കാക്കി ഞാൻ ചായ പിടിച്ചിട്ട് ശരി സാർ. പണ്ടല്ലേ ഞാൻ 7 പണ്ട്. അങ്ങനത്തെ എല്ലാവരെ കൊണ്ടും കഴിയുന്നത് നല്ല രീതിയിൽ തന്നെ തള്ളി മറിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 9 മണിയാകുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിട്ടോ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ആദ്യം തന്നെ കുട്ടി എവിടാ നിന്നോ? ആ നിങ്ങൾ കൊടുത്തിട്ടുണ്ടേ ഇല്ല അങ്ങനെ നിങ്ങൾ എത്രത്തോളം കൂത്തരവുണ്ടോ അത്രത്തോളം ഞാൻ എടുക്കും. നൂലിപ്പുട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലാന്നു. ഞാൻ കഴിച്ചു. ഞാൻ കൊരങ്ങന്മാർക്ക് കൊടുക്കൂട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങളിത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആനിമോള് നല്ലൊരു ഉറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ തള്ളല് ജിതിനേട്ട 1ാം സ്ഥാനം നേടി. രാവിലെ മുതലേ യാത്രയുണ്ട്. കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് ഉറക്കം തുടങ്ങിട്ടോ. കൂട്ടത്തിൽ ഞങ്ങളുടെ തള്ളുകളുടെ എണ്ണം കൂടി വന്നു. ഏത് ടൂറിലായാലും സ്കൂളിലായാലും ബേക്ക് ബെഞ്ചേഴ്സ് തന്നെയാണ്. ഇവിടെ ഇരിക്കുമ്പോഴാണ് അന്തർദേശീയ ചർച്ചകൾ ഉണ്ടാവുന്നത്. സമയം 12 മണി 1 മണി 1:30 ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടപ്പോൾ കാണാൻ പോവാം. ഫുഡ് കഴിക്കാട്ടോ. അടുത്തത് സൂ കാണാൻ പോവാണ് കേട്ടോ. അവരിവിടെ റെഡി ആയിട്ടുണ്ട്. 5 മണി കാര്യമായിട്ട് ഞാൻ എന്തൊക്കെ തള്ളി മറിക്കണമെന്ന്, പക്ഷെ എന്താണെന്ന് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ ആദ്യം ഇങ്ങനെ മാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പോകേണ്ട റൂട്ട് കാര്യങ്ങൾ ഓരോ അനിമൽസ് കാര്യങ്ങൾ കാണിക്കാനുള്ള രീതിയിലുള്ള റൂട്ട് മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓരോ പെട്ടെന്ന് കണ്ടു പോവാം. അങ്ങനെ അതിനൊന്നും വിളിച്ചുണർത്താൻ സംഭവം ഗോഡ്സിലിന്റെ ഒരു ഇതിലേ ചിമ്പാൻസിന്റെയോ ഏട്ടാ? ചിമ്പാൻസിന്റെ അല്ലേ? ഇവിടെ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണേ കുരങ്ങ് അതെ എവിടെയാ? അങ്ങ് അവിടെയാണ്. ഇതിന് ഇതൊന്നുമില്ലല്ലേ? അത് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യില്ലേ വേണമെങ്കിൽ? ഇവിടെ വന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടോ. ഞങ്ങൾ കൊറേ നോക്കി. അപ്പൊ ഏറ്റവും ടോപ്പിലൊക്കെ നിക്കണേ ഒഴിഞ്ഞു നിക്കണ്ട. എല്ലാരും കണ്ടോട്ടെ ചേച്ചിട്ടേ. മുതലായത് എന്താ റൈനോസർ അല്ലത്? റൈനോസർ കരടി കാണാൻ പോണ നമ്മുടെ പരിയങ്ങാട്ടിൽ സജീവമായിട്ട് കാണാൻ പോകുന്ന സാധനങ്ങളെയാണ് കേട്ടോ. അല്ല
ഫോക്സ് അല്ലേ? ആ എന്നാ സോറി തെറ്റിപ്പോയിട്ടോ, ഇത് ചെന്നായയാണ്. അടുത്തത് എന്തോ നമ്മൾ ആകാംക്ഷയോടെ കാണാൻ പോകുന്നത് എന്തോന്നുണ്ട് കേട്ടോ അവിടെ. ജലതരംഗിനിയോ അതാണോ അവിടെ ഉള്ളത്? ഇതാണ് കേട്ടോ അനിമൽസ് ഒന്നല്ല, ഈ ജലതരംഗിനി ഇതാണ് ഇവിടെ കാണാനുള്ളത്. വാവ്. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഈ ഭാഗത്ത് കൂടെ വരുമ്പോൾ ഇഷ്ടം പോലെ കാണണം. നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ കാണുന്നതാണ് കേട്ടോ മാനുകളെ. ഇവിടെ ഒരുപാട് മാനുകളുണ്ട്. ഇത് നമ്മൾ പുലി അങ്ങനത്തെ ഐറ്റംസ് കാണാൻ വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. കാട്ടുപോത്തുകളുണ്ട്. കാട്ടുപോത്തുകളും മാനുകളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ അപൂർവം നമ്മൾ വരുമ്പോൾ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ. എന്താ അനിമളെ? എലിഫന്റ്. ഇവിടെ ഒരു കുറുമ്പത്തി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മണ്ണ് വാരി കളിക്കുന്നുണ്ട് അവിടെ. അമ്മ വീഡിയോ എടുക്കണം. അപ്പോൾ അനിമക്കും ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. ഇവിടെ ഒരാൾക്ക് വീഡിയോ എടുക്കണം കേട്ടോ. അനിമോളെ ഈ വീഡിയോ എടുക്ക. ആ കൊമ്പിന്റെ വലിപ്പല്ലേ? ആന എന്തൊരു ചേലാണ്. ചാടി വരാവല്ലേട്ടാ. അറിയൊന്നും പറ്റില്ല. മൃഗങ്ങളെയൊക്കെ കണ്ടു വന്നു. കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ടു. ഇനി ഞങ്ങൾക്ക് ജിറാഫിനെ കണ്ടപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. എന്താ തൊട്ട് ഇഷ്ടമായില്ലേ? ചൂടുകൊണ്ടേട്ടാ കോട്ടയുണ്ടത്. ഫോണ് കണ്ട് പിടിക്കാൻ വരുന്നതാണ് പൈത്തൺ. ഇതാണ് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ജിറാഫിനെ കാണാൻ. ഇതിനാണ് ഇപ്പൊ ഞങ്ങൾ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചത്. അതിനെ കാണാൻ ഞങ്ങൾ പോകുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ ജിറാഫിനെ കാണാനാണ് പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ. കുഴങ്ങിയിട്ടുണ്ട്. കുറച്ചും ദൂരം നടന്നു. അവസാനം നമ്മൾ കാണാൻ ആഗ്രഹിച്ച് കുറേ ജിറാഫുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് മുതലായത്. ഇഷ്ടം പോലെ ജിറാഫുണ്ട്. അങ്ങനെ വീണ്ടും എക്സിറ്റ്. നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടുത്തെ കഴിഞ്ഞു. ഇപ്പൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അണ്ടർപാസ് വഴിയൊക്കെയാണ് തിരിച്ചു പോകും. ഇന്നോട്ടോ റോഡ് ക്രോസിംഗ് ഒന്നുമില്ല. ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന കോട്ടേജ് കേട്ടോ. നമ്മൾ 6 ഫാമിലികളുണ്ട്. ഞങ്ങൾ 6 കോട്ടേജുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. കൂടെ ഒരു സ്വിമ്മിംഗ് പൂൾ. കുട്ടികളൊക്കെ പൂള് കണ്ടപ്പോൾ തുടങ്ങി ചാട്ടാട്ട പൂളിൽ. ഇപ്രാവശ്യത്തെ ടൂറിലേക്ക് പൂള് നല്ല മിസ്സായിട്ട് കയ്യിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ പൂളിൽ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തുള്ള ഫുഡൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ സജീവാണ്. ഇതൊരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഫുഡൊക്കെ റെഡിയായി. ഫുഡ് കഴിക്കാൻ നേരത്താണ് നമ്മൾ കൊടുക്കുന്ന പ്ലേറ്റുകളെല്ലാം കാലിയെന്ന് മനസ്സിലായത്. പിന്നെ ഒന്നും കാട്ടില്ല. മലയാളികൾ തനി സ്വഭാവം. അപ്പുറത്തെ തോട്ടത്തിലേക്ക് കയറി ഒരു 6 വാഴൻ്റെ ഇലയിട്ട് വെട്ടി. ഒരു ഫാമിലിക്ക് ഒരു ഇല എന്ന് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളുമായിട്ട് നാളെ കാണാം. ബൈ.